ഇതാണ് നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്ന ഒരേ ഒരു മലബാർ സ്നേക്ക് ഹെഡ്. ഇതിൻ്റെ മലയാളത്തിലുള്ള പേരുകളാണ് പുലിവാഹ, നീലവാഹ, മയിൽവാഹ എന്നൊക്കെ. ഇതിൻ്റെ ലൈഫിലെ പല പല സ്റ്റേജുകളിലായിട്ടാണ് ഈ പേരുകൾ വരുന്നത്. ഇതിൻ്റെ ശരീരത്തിൽ പാറ്റേണുകൾ മാറി മാറി വരാറുണ്ട് ഓരോ ലൈഫ് സ്റ്റേജിലും. അപ്പോഴാണ് പല പല പേരുകളിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ശരീരത്തിൽ കാണുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നീലവാഹ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജാണ്. മുമ്പ് ഇത് ചെറുതായിരിക്കുന്ന സമയത്ത് ഒരു മഞ്ഞ കളറും സൈഡിൽ ലൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സ്റ്റേജിലാണ് ഇതിനെ പുലിവാഹ എന്ന് വിളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാണ് ഈ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ശരീരത്തിൽ നല്ല രീതിയിൽ കളർ കയറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കണ്ണിൻ്റെ സൈഡിലും അതുപോലെ മുകൾ ഭാഗത്തും വാലുമ്മലൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല തിളങ്ങുന്ന നീല കളർ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വീഡിയോകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 ഇഞ്ചാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ള വീഡിയോകളിലൊക്കെ ഈ ഒരു സൈസിലൊക്കെ പുലിവാഹയുടെ ആ ഒരു പാറ്റേൺ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. നീലവാഹയുടെ ആ ഒരു പാറ്റേൺ കുറച്ച് വലിയ സൈസുകൾക്കാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര സൈസ് ആകുമ്പോഴാണ് ഈ ഒരു നീല കളർ കയറി വരുന്നതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾ ഇതിനെ വാങ്ങിയിട്ട് ഏകദേശം 6-7 മാസത്തോളം ആയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ ചെറിയ സൈസിൽ നിന്നും തീർച്ചയായിട്ടും ഇത് വലുതായിട്ടുണ്ട്. എങ്കിലും എനിക്കറിയില്ല ഇത് 6 മാസത്തെ 7 മാസത്തെ ഗ്രോത്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. നമ്മളിപ്പോൾ കറൻ്റ്ലി ഇതിനെ ഇട്ടിട്ടുള്ളത് ഫ്രിഡ്ജ് ബോക്സിലാണ്. അതുപോലെ തന്നെ നമ്മൾ പെറ്റ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ആ ഒരു ചെറിയ പീസ് ഈ ഒരു 6-7 മാസം കൊണ്ട് എത്ര ഗ്രോത്ത് വയ്ക്കും എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ഇതിനെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സൈസ് ഇപ്പോൾ ഒരു 7 ഇഞ്ച് സൈസാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വണ്ണം കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. പക്ഷേ നീളം അങ്ങനെ പെട്ടെന്ന് വയ്ക്കുന്നില്ല. അതായത് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വണ്ണവും കാര്യങ്ങളൊക്കെ അത് ഇൻക്രീസ് ആയി വരുന്നുണ്ട്. അത് ചെറിയ സൈസിൻ്റെ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ വാങ്ങിച്ച ആ ഒരു സൈസിനേക്കാളും നല്ല വ്യത്യാസം നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാം. പക്ഷേ നീളം വയസ്സ് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഒരു 4 ഇഞ്ച് സൈസൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു 7 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ഡിഫറൻസ് വന്നിട്ടില്ല. എങ്കിലും ആ ഒരു പുലിവാഹ സ്റ്റേജിൽ നിന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഒരു നീലവാഹ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. മീൻ നല്ല ആക്റ്റീവാണ്. നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പ് നമ്മുടെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 1-2 പീസുകൾ ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം സ്പേസിൻ്റെ പ്രോബ്ലം ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു സ്പേസ് പ്രോബ്ലം ആവാൻ സാധ്യതയില്ല, നമ്മുടെ ഫീഡായിരിക്കും എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഫീഡ് ചിക്കനാണ് കൊടുക്കുന്നത്. ചിക്കൻ ഓൾറെഡി കുറച്ച് റിസ്ക് ഉള്ള ഫുഡാണ്. എങ്കിലും നമ്മൾ ഓവർ ഫീഡ് ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് മാത്രമാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നോക്കി അപ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ചിക്കൻ കൊടുത്തിട്ടും വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ ഓവർ ഫീഡ് ഒന്ന് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഓവർ ഫീഡ് ചെയ്തിട്ടും ഇതിന് യാതൊരു പ്രശ്നവും കാണുന്നില്ല. അങ്ങനെ നമ്മൾ ഓവർ ഫീഡും കാര്യങ്ങളും നിർത്തി. അപ്പോൾ ഓവർ ഫീഡ് കുറച്ച് നാൾ നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റാണ് ഈ കാണുന്നത്. കുറച്ച് പുള്ളിക്കാരൻ ഒന്ന് ഫാറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഓവർ ഫീഡ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതോ ഡെഡായി പോകുന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. കാരണം മുമ്പ് കൂടെ ഉണ്ടായിരുന്നത് ഡെഡായി പോയത് ഈ ഒരു ഫുഡിൻ്റെ ഇഷ്യൂ കൊണ്ടാണോ എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട് നമ്മൾ കൊടുത്ത ചിക്കൻ്റെ പ്രോബ്ലം കൊണ്ടല്ല അവർ ഡെഡായി പോയ വേറെന്തോ റീസൺ ആണ് എന്നുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇവർക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ സ്പേസിൽ തന്നെ വളർത്തണമെന്നുള്ളത്. നമ്മൾ തൽക്കാലത്തേക്ക് ഇതിനെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞ് നല്ലൊരു ടാങ്ക് സെറ്റ് ചെയ്ത് ഇതിനെ അങ്ങോട്ട് മാറ്റാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്.